ഇയാളുടെ വിറയില് ദൂരം അറിയില്ലേ? താൻ അപ്പിടോ വണ്ടിയില്? യെസ്, ഐ വിൽ ഷിറ്റ്. പിന്നെ ഈ വിറയൽ ഇറ്റ് ഹാപ്പൻസ്. കോശി സാറിന്റെ ഷൂട്ടാണ്, ആലോചിച്ച് തന്നെ തരിച്ചു കയറുക അൾട്ടിമേറ്റ്ലി. ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാണ്? അഭിനയിക്കുന്ന എനിക്കില്ലോ ടെൻഷൻ. അതെന്തെന്നറിയാവോ, ഈ പരീക്ഷയ്ക്ക് റിസൾട്ട് വരുമ്പോഴേ നല്ലോണം പഠിക്കുന്ന പിള്ളേർക്ക് ടെൻഷൻ കാണില്ല, ഒട്ടും പഠിക്കാത്ത പിള്ളേർക്ക് ടെൻഷൻ കാണില്ല. ഡാടാ ഒരുപാട് അങ്ങോട്ട് കൊച്ചാക്കല്ലേ. നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് ടെൻഷൻ കാണില്ലല്ലോ. കാണില്ലല്ലോ. അതാണ്. കോച്ച് സാറിന്റെ ഈ പടം എങ്ങനെയാ വർക്കൗട്ട് ചെയ്തതെന്ന് നിനക്കറിയില്ലല്ലോ. പ്രൊഡ്യൂസേഴ്സിനെ ചാക്കിട്ടു, ഫിനാൻസിയേഴ്സിനെ വളച്ചു, പിന്നെ സകലമാന തെണ്ടുകളെ കൊണ്ട് അവിടുന്ന് ഇവിടുന്ന് വിളിച്ച് പ്രഷർ കൊടുത്തിട്ടാണ് കോച്ച് സാർ ഈ പടത്തിൽ ഇവനെ ഹീറോ ആക്കിയത്. അറിയാലോ. കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡിന് സകല ജൂറി മെമ്പേഴ്സിനെ കൊണ്ട് ഞാൻ ഈ ഡേവിഡിന് വേണ്ടി വോട്ട് ചെയ്യിപ്പിച്ചതാ. എന്നിട്ട് അയാൾ ഒറ്റ കടമ്പിടുത്തം കാരണമാണ് നമുക്ക് അവാർഡ് മിസ്സായത്. സീനിയർ അല്ലേ, അയാളുടെ മരശബ്ദത്തിൽ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും മറച്ചു കുത്തി. സംഭവം സുരാജ് കൊണ്ടുപോവുകയും ചെയ്തു. അത് പോട്ട് വലിച്ചടാ. പോട്ടെ, പോയി. ആ വാടക നമ്മൾ പിന്നെയും മേടിക്കുന്നു. അങ്ങ് ഡൽഹിന്ന് മേടിക്കും, നാഷണൽ മേടിക്കും. കടിച്ച അമ്മനെ കൊണ്ട് തന്നെ നമ്മൾ പെഷോർ. മേക്കപ്പ് തുടങ്ങില്ലേ? ഇല്ല, വിളിച്ചില്ല. വിളിക്കാം. വാ വാ വാ. സുഖല്ലേ? ഒരു ജലദോഷമുണ്ടോ? പൊടിയുടെയാണല്ലേ. എന്തായി ചേട്ടന്റെ സിനിമ? സ്ക്രിപ്റ്റ് ഒക്കെ ലോക്ക്ഡാണ്. ഇനി ഗോപാൽ സാർ ദുബായിൽ നിന്ന് വരണം, ഫിനാൻസ് ഒക്കെ ഒന്ന് സംസാരിക്കണം. പിന്നെ അരുണിനെ ഒന്ന് കാണണം, അയാളുടെ ഡേറ്റ് കിട്ടണമല്ലോ. അയാളാണെങ്കിൽ ഓരോ സിനിമ കഴിയുമ്പോഴത്തേക്കും മല കയറാൻ പോകും. മലയൊക്കെ കയറി ഇറങ്ങി വരട്ടെ. ഞാൻ ചെയ്യട്ടെ? എന്ത് രണ്ടും, ആക്ടിങ്ങും പ്രൊഡക്ഷനും? അത് വേണ്ട ഡേവിഡേ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ആക്ടർ പ്രൊഡ്യൂസർ ആകുമ്പോഴത്തേക്കുള്ള ഒരു ഇൻ്റർഫിയറൻസ്. രണ്ടാമത്തെ കാര്യം, ഈ ക്യാരക്ടർ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരാൾ, ഒരു സാധാരണക്കാരൻ, ഇത്രയും സുന്ദരനല്ല. പിന്നെ ഡേവിഡിനെ ഒരു സാധാരണക്കാരനാക്കി എടുക്കാൻ വലിയ പാടാ. ഡേവിഡായി ഞാൻ ഈ സീൻ പെട്ടെന്നൊന്ന് ബ്രീഫ് ചെയ്യാം. ഡേവിഡിൻ്റെ ക്യാരക്ടർ എഡ്വേർഡ് ഒരു പർവ്വതാരോഹകനാണ്, അറിയാമല്ലോ. നേപ്പാളിൽ വർഷങ്ങളായിട്ടൊരു ബാർ നടത്തി സ്വസ്ഥ ജീവിതം നയിക്കുന്ന കോളിൻസ് എന്ന പിതാവിനെ വർഷങ്ങൾക്ക് ശേഷം എഡ്വേർഡ് കൺഫ്രണ്ട് ചെയ്യുന്ന സന്ദർഭമാണ്. വർഷങ്ങളായിട്ട് അമർത്തി വെച്ചിരിക്കുന്ന ഒരു പകയും വിദ്വേഷവും എല്ലാം കൂടെ കടിച്ചു പിടിച്ചിട്ടുള്ള ഒരു സംഭാഷണ രംഗമാണ് നിങ്ങളത്. ഈ സീനാണ് ഇപ്പോൾ എടുക്കുന്നത്? ഇതല്ലല്ലോ ആ സീനല്ല ആദ്യം എടുക്കുന്നത്. കോയി സാറിന്റെ സ്വഭാവം അറിയാമല്ലോ, മൂടനുസരിച്ച് മാറും. ഇടയ്ക്ക് വെച്ച് സീൻ എടുക്കുന്നതിൽ ഡേവിഡിന് പരാതിയൊന്നുമില്ലല്ലോ അല്ലേ? എന്താ കുഴപ്പം? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. കുട്ടിയുടെ വന്നോ? എപ്പോഴും ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിരിക്കില്ലേ? ഒന്ന് സ്പീഡാക്കിയേക്കണം. മോനെ അവിടെ പടയാൻ നിന്നോളെ, പെട്ടെന്ന് റെഡി ആക്കിയിട്ടുണ്ടോ? ചീഫ് അസോസിയേറ്റ് അല്ലേ? എന്നാ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കയറ്റിയാൽ മതി. ഇങ്ങനൊന്നും അനാവശ്യമായിട്ടുള്ള റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ ഈ പെൺകുട്ടി റോസ്ലിൻ, ബേസിക്കലി ഷീസ് ആൻ ഏലിയൻ. അവള് വരുന്ന UFO ഒരു കംപ്ലൈന്റ് ആയിട്ട് ശ്രീകുട്ട, UFO ഏലിയൻ ഇവിടെ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു സബ്ജക്ട് നോക്കുന്നല്ലേ ബെറ്റർ. അല്ല, GLS എടുത്തല്ലേ? ആ ബെൻസ് ഉഗ്രം വണ്ടിയാ, കേരളത്തിലെ ഫസ്റ്റ് കാർ എൻ്റെ ആയിരുന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സബ്ജക്ട്. കുട്ടാ, നമുക്ക് നോക്കിയാലോ?
അനേ പൊസിഷൻ. എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്നല്ലേ? ശരിയാക്കി കൊടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ. എവിടെ ആ മാർക്കില്? ഓക്കേ സാർ, മനസ്സിലായി. അവനെല്ലാം അറിയാം. ഇടോ ആരെങ്കിലും അയാളെ ഒന്ന് മാർക്കൊന്ന് കാണിച്ചു കൊടുക്ക. ഓക്കെ ഓക്കെ. ഡേവിഡ് സാർ, ഡേവിഡ് സാർ, ഡേവിഡ് സാർ, ഇത് പോസ്റ്റ്. നമുക്ക് നോക്കാം. സാർ. നോക്കിയിട്ട് പോയാൽ മതി. ഓക്കെ ഓക്കെ. Feel the emotion and action. बोल बेटा. It seems you were looking for me. तेरा इरादा बताओ. हम तुम्हारी कैसे मदद कर सकते हैं? എനിക്ക് എവറസ്റ്റ് കയറണം. हाँ അതിനെന്താ കയറിക്കോ. എനിക്ക് ഒറ്റയ്ക്കല്ല കയറേണ്ടത്. ഏത് സീസണിലും ഹിമാലയം മുട്ടുമടക്കുന്ന മെഡിക്കൽ റപ്പോ ഫീൽ എവിടെ? Get into it. Sink it. ഓക്കെ സാർ. റെഡി റെഡി. Action. बोल बेटा. It seems you were looking for me. तेरा इरादा बताओ. हम तुम्हारी कैसे मदद कर सकते हैं? എനിക്ക് എവറസ്റ്റ് കയറണം. Cut. മഞ്ഞിന്റെ അണ്ടി. നിങ്ങൾ അങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ കൊതമേ കാണത്തുള്ളൂ. പ്രൊഫൈലായിട്ട് നിൽക്ക്. ഓക്കെ സാർ. ഓക്കെ. ഉടക്കി കൊടുക്കണേ. ആക്ഷൻ. बोल बेटा. Seems you were looking for me. तेरा इरादा बताओ. हम तुम्हें कैसे मदद कर सकते हैं? എനിക്ക് എവറസ്റ്റ് കയറണം. ഇയാളെന്ന മരമാണ്. ഫീൽ ഇറ്റ്. ഒരു കാര്യം തന്നെ ഡയലോഗ് തുടങ്ങിയാൽ മതി. ആക്ഷൻ. എനിക്ക് എവറസ്റ്റ് കയറണം. ഓപ്പ്. ജയ ഇയാൾ ഈ ബാലോട്ട് എൻ്റർ ചെയ്യുന്നില്ലേ? ആ ബ്ലോക്ക് വെച്ച് പിടിക്കും. എന്നാലേ ഇയാൾക്ക് ഈ ക്യാരക്ടറിന്റെ അകത്തോട്ട് കയറാനെങ്കിലും പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രശ്നമുണ്ട് സാർ. വൈകുന്നേരം വരെ കൂട്ടട്ടം വർക്കില്ല. അത് വെറുതെ ഇരിക്കേണ്ടി വരും. നിവൃത്തിയില്ല ജയൻ. ഞാൻ പറഞ്ഞോ സോറിടാ. സെറ്റപ്പ്. It's okay, da. These things happen. Take care. ജയ എന്തോ അയാളോട് എന്റെ പുറകെ വരണ്ടെന്ന് പറ. ഞാൻ ആകെ വട്ടളകി നിൽക്കണം. ഇവിടെ എങ്ങോട്ടാ? എനിക്ക് പുള്ളിയോടൊന്ന് സംസാരിക്കണം. ആറ്റം ബോംബിന്റെ മൂട്ടി പോയിട്ട് വെള്ളം ഒഴിച്ചിട്ട് എല്ലാത്തിനാണോ സംസാരിക്കണം. വാട്ട്സ് ദ പ്രോബ്ലം യങ് മാൻ? എനിക്ക് സംസാരിക്കണം. യു ടെൽ മീ. തനിക്ക് എന്താ അറിയേണ്ടത്? എന്താ സാർ ഞാൻ ചെയ്തതിൽ പ്രശ്നം? പ്രശ്നോ? യു ബ്ലഡി ഡോണ്ട് ഗെറ്റ് ഇറ്റ്? എടോ, ഒരു മകൻ ലൈഫിൽ ആദ്യമായിട്ട് അവന്റെ അച്ഛനെ കാണും. വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അമർഷം, വേദന, ഇതെല്ലാം പുകഞ്ഞ് കത്തുകൊണ്ടൊരു മൊമെന്റ്. അവിടെ ഈ മരപ്പാട് വന്ന് പറയാം, എനിക്ക് മല കയറണം. മലയല്ല, കൊല. ഞാനിങ്ങനെ ഒന്നല്ല പറഞ്ഞത്. എന്റെ പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എനിക്കത് ഓക്കെ ആയിരുന്നു. എനിക്ക് ഓക്കെ അല്ല. ഇത് എന്റെ സിനിമയാണ്. ഞാനാണ് ഒരു ഡയറക്ടർ. ഞാൻ തീരുമാനിക്കും ഇവിടെ എന്താ ശരിയെന്ന്. അധിക പ്രസംഗി. Get out! Get out! Get out! Get out!
പടം കൂട്ടാൻ വേണ്ടിയിട്ട് നീ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? നമുക്ക് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള പടങ്ങൾ മതി. ഇമാതിരി കൂടുതൽ പരിപാടി നീ വേണ്ട. ഒരു ആക്ടറിനെ കംഫർട്ടബിൾ ആക്കി നിർത്താൻ പറ്റാത്ത ഇയാൾക്ക് എവിടത്തെ ഡയറക്ടറാണ്? ഇയാളെന്ന് ജന്മിയ ഒരുമാതിരി ഫ്യൂഡൽ സെറ്റപ്പ്. അതൊക്കെ പണ്ട് സിനിമ മാറി. ആരെങ്കിലും പറഞ്ഞു കൊടുക്ക്. കുറെ പ്രായമല്ലോ ബോസിനായിട്ട് വെക്കാഞ്ഞ് വയ്യാത്ത പണികൾ കണ്ട് വീട്ടിലെല്ലാം പോയിരുന്നോളെ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ കുറെ കിഴവന്മാരിറങ്ങിയിട്ടുണ്ട്. ചേട്ടാ മഴ